ഹലോ എവരിബഡി, എല്ലാവർക്കും ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടറിൻ്റെ ശുഭദിനം. തിരഞ്ഞെടുപ്പിടെ 1444 കോടിയുടെ ആസ്തി പിടിച്ചെടുത്തു. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും 7 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നതിനിടെ പണം ഉൾപ്പെടെ 1444.96 കോടിയുള്ള ആസ്തി പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പെരുമാറ്റച്ചട്ടം എല്ലായിടത്തും പിൻവലിച്ചതായും കമ്മീഷൻ വ്യക്തമാക്കി. പണം, മദ്യം, മയക്കുമരുന്ന്, സ്വർണ്ണം ഉൾപ്പെടെയുള്ള വിലപിടിച്ചിട്ടുള്ള ലോഹങ്ങൾ വോട്ടർമാർക്ക് വിതരണം ചെയ്യാനായിരുന്നു സാധനങ്ങൾ എന്നിവ പിടിച്ചെടുത്തതിൽ പെടുന്നു. തമിഴ്നാടാണ് മുന്നിൽ. 6662.28 കോടിയും, പശ്ചിമബംഗാൾ 571.41 കോടിയും, ആസാമിൽ 117.24 കോടിയും, പുതുച്ചേരിയിൽ 9.72 കോടിയും പിടിച്ചെടുത്തു. കേരളത്തിൽ 12.12 കോടി രൂപയും 58.47 കോടി രൂപ വരുന്ന മയക്കുമരുന്ന്, 2.51 കോടി വില വരുന്ന 78,215 ലിറ്റർ മദ്യം, 2.2 കോടിയുടെ സ്വർണം, 5.3 കോടിയുടെ സൗജന്യമായി നൽകാൻ വെച്ചിരുന്ന വസ്തുക്കൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും BJPയും ചേർന്ന് പണമൊഴുക്കി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയും തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നതും വ്യക്തമായ കാരണങ്ങൾ സഹിതം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴ ജില്ലയിൽ മത്സരിച്ചപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ജനങ്ങൾക്ക് പറഞ്ഞു തരത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് പൊതുജനങ്ങൾ അറിയണം. ഇത്രയും കോടികൾ അനധികൃതമായി ഉണ്ടാക്കി ഈ സംസ്ഥാനത്ത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ സാധുക്കളായ ജനങ്ങളുടെ ന്യായമായ പരിരക്ഷ ഉറപ്പിക്കുന്നതിനോ നിയമപരിരക്ഷ നൽകുന്നതിനോ വീഴ്ച വരുത്തിക്കൊണ്ട് കോർപ്പറേറ്റ് ലോബികൾക്ക് വേണ്ടി ആണ് ഇത്തരം നീച പ്രവർത്തികൾ പണമൊഴുക്കി വോട്ടറെ സ്വാധീനിക്കുകയും ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കുകയും അതുപോലെ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും ചെയ്യുന്നത്. ജനങ്ങൾ കൂടുതൽ നിഷ്പക്ഷമായി ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇലക്ഷൻ കഴിഞ്ഞു പോലും, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോലും അവരുടെ അധികാരക്കൊതിയാണ്. ഇവിടെ LDFും UDFും അധികാരത്തിന് വേണ്ടി, BJPയും അധികാരത്തിന് വേണ്ടി അവരെല്ലാം പരസ്പരം പൂരകങ്ങളായി പ്രവർത്തിക്കുന്നതും വോട്ട് ഡീൽ ചെയ്യുന്നതും നമുക്ക് പല ജില്ലകളിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തിക്തമായ മറുപടി ഇനിയുള്ള ഇലക്ഷനുകൾ നമുക്ക് കാണണം. ഈ ഒരു ഇലക്ഷൻ മാത്രമല്ല നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്, ഇനിയും നിരവധി ഇലക്ഷനുകൾ വരാനുണ്ട്. ഇവരെ നമുക്ക് താക്കീത് നൽകുവാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.